ഹായ്, വെൽക്കം ടു ക്രാഫ്റ്റ് വ്ലോഗ്. ആദ്യം എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം കുളമായി പോയിട്ട് രണ്ടാമത് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് മര്യാദയ്ക്ക് ചെയ്തപ്പോൾ ശരിയായിട്ടുള്ള ഒരു വാലൻറ്റൈൻസ് ഡേ ക്രാഫ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഐവറി ഷീറ്റ് യൂസ് ചെയ്യാം. മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. രണ്ട് സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി കാർഡാണ്. അപ്പോൾ ഓരോ ഓപ്പൺ ചെയ്യുന്ന ഫ്ലാപ്പും 7 സെൻറ്റിമീറ്റർ ലെങ്ത്തും 10.5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമാണ് വരുന്നത്. ഈ കാർഡിൻ്റെ സെൻറ്ററിലൊരു ക്യൂട്ടായിട്ടുള്ള പിക്ചർ വരച്ചു കൊടുക്കുക. ഞാനീ വരയ്ക്കുന്നത് ആക്ച്വലി ആദ്യം കൊളായ കാർഡിൻ്റെ ആണ് കേട്ടോ. രണ്ടാമത്തെ കാർഡാക്കിയപ്പോഴേക്കും ഞാനത് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു. ഇനി പിക്ചർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ വേണമെങ്കിലും അവിടെ വെക്കാം കേട്ടോ. അടുത്ത പരിപാടി എന്താ, ആ പിക്ചറിൻ്റെ മേലെ വെക്കാൻ നമുക്കൊരു കവറിങ് വേണം. അതിനൊരു ഹാർട്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും ടോപ്പിലും താഴെയും മാത്രമേ പേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഗ്ലൂ. ഇനി നമുക്ക് വേണ്ടത് 8 സെൻറ്റിമീറ്റർ സൈഡുള്ള 2 സ്ക്വയേഴ്സാണ് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ ഞാനിങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സ്ക്വയറിൻ്റെ 2 സൈഡിലും ഞാൻ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. ഈ ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കാനും പിന്നെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാനും കൂടെ വേണ്ടിയിട്ട്. ഇനി ഇത് വെച്ച് നമുക്ക് നമ്മുടെ പിക്ചർ കവർ ചെയ്യാം. ആ വയലറ്റ് കളർ പേപ്പറിൻ്റെ 2 എൻഡിലും മാത്രം ഒട്ടിക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? നമുക്ക് ഈ റെഡ് കളർ ഫ്ലാപ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഇനി ഈ 2 എൻഡിലും നമ്മളൊരു ചെറിയ ഫോൾഡ് 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട് റെഡ് പേപ്പറിൽ. അവിടെ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂടുതൽ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മെഷർമെൻറ്റ്സൊക്കെ ഇറേസ് ചെയ്ത് കളയാം കേട്ടോ. വാലൻറ്റൈൻസ് ഡേ വരെ ആയതുകൊണ്ട് ആ ഒരു തീമിൽ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഫോട്ടോ ഇതിനകത്ത് വെച്ചിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാം. നിങ്ങളുടെയും ഫ്രണ്ടിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാർഡിൻ്റെ മോഡലാണിത്. നമ്മുടെ റെഡ് പേപ്പറിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ നന്നായി തേച്ചിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്ത് മാത്രമേ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇത് ചെയ്ത് കോളായപ്പോൾ എനിക്ക് മടുപ്പ് തോന്നിയായിരുന്നു കേട്ടോ രണ്ടാമത് ഉണ്ടാക്കാൻ. പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്നേ. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ കോളാവും, പിന്നെയും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. അപ്പോൾ കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പിൽ നമ്മൾ ഉള്ളിൽ കട്ട് ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഹൃദയം എടുത്ത് ഏറ്റവും ടോപ്പിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നാൽ കുറച്ച് ആർഭാടാക്കിയേക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു റൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഒരു ബോർഡറൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു. ഇതൊക്കെ വളരെ സിമ്പിളാണല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഡെക്കറേഷൻ വർക്കൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര ആർഭാടാക്കണമെങ്കിലും ചെയ്യാം, സിമ്പിളായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏകദേശം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മെഷർമെൻറ്റ്സ് റബ്ബ് ചെയ്ത് കളയാൻ മറക്കരുതേ. ഒരു എൻവലപ്പ് ഉണ്ടാക്കി അതിലിട്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു നൂല് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇനി എന്തെങ്കിലും ക്രാഫ്റ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റിൽ പറയാം. എന്നെക്കൊണ്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്രാഫ്റ്റുകളാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്രാഫ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ബൈ.